അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LDC മുൻ വർഷങ്ങളിലെ 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു വരിയിൽ 50 സെന്റിമീറ്റർ അകലത്തിൽ ചെടികൾ നട്ടു. ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം എത്ര? ഓക്കെ, 11 ചെടി അല്ലെങ്കിൽ 10 ചെടി എന്നൊക്കെ ഉള്ളതങ്ങ് പോട്ടെ. ഞാനിപ്പോൾ ഒരു 3 ചെടി നട്ടു. 1 ചെടി, 2 ചെടി, 3 ചെടി. ഓക്കെ, അപ്പോൾ ഇവിടെ 50 സെൻറ്റിമീറ്റർ, ഇവിടെ 50 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ ചോദ്യം, ഒന്നാമത്തെ ചെടിയും 3ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം എത്രയാണ് എന്നാണ്. അപ്പം 3 ചെടികളുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് 3 × 50 150 സെൻറ്റിമീറ്റർ എന്ന് പറയണമെന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ തോന്നും. പക്ഷേ പറയരുത്, ഉത്തരം തെറ്റാം. അളന്ന് നോക്കും. ഇത് ഒന്നാമത്തെ ചെടി, ഇത് 2ാമത്തെ ചെടി, ഇത് 3ാമത്തെ ചെടി. ഈ 3 ചെടികൾക്കുള്ള ഇടയിലുള്ള അകലമല്ലേ 50ഉം 50ഉം 100ഉം. അപ്പം എത്ര ചെടികളുണ്ടോ അതിൽ നിന്ന് 1 കുറയ്ക്കാം. 3ൽ നിന്ന് 1 കുറയ്ക്കാം. എത്ര? 2. ആ കിട്ടിയ 2നെ അവർക്കിടയിലുള്ള അകലം എത്രയാണോ അതുകൊണ്ട് ഗുണിച്ചാൽ മതി. 2 × 50 എത്ര മക്കളെ? 100 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? അതെ. നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നാൽ ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം. അപ്പോൾ ആകെ എത്ര ചെടികളുണ്ട്? 1 മുതൽ 11 വരെ 11 ചെടികളുണ്ട്. അതിൽ നിന്ന് 1 കുറയ്ക്കുക. എത്ര കിട്ടൂടാ? 10. 10 × 50 സെൻറ്റിമീറ്റർ എത്ര കിട്ടും? 500 സെൻറ്റിമീറ്റർ. ഓപ്ഷനിലുണ്ടോ മക്കളെ? ഓപ്ഷനിലുണ്ടോടാ? ഉണ്ട്. ഓപ്ഷൻ ബി, 500 സെൻറ്റിമീറ്റർ. ശരിയാണോ? യെസ്, 500 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, എത്ര ചെടികളുണ്ടോ അല്ലെങ്കിൽ എത്ര ആണോ നമുക്കിപ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ ചെടിയും ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഒന്നാമത്തെ ചെടിയും 50ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം എത്ര? അപ്പം 1 - 50 49 × 50. അപ്പോൾ ഈ വ്യത്യാസം എടുക്കുക, അതിനെ അവർക്കിടയിലുള്ള അകലം എത്രയാണോ അതുകൊണ്ട് ഗുണിക്കുക. ഒന്നാമത്തെ ചെടിയും 100ാമത്തെ ചെടിയും തമ്മിലുള്ള അകലമാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1 - 100, 1 100 തമ്മിലുള്ള വ്യത്യാസം 99 × എത്രയാണോ വ്യത്യാസം അത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ അങ്ങ് ചെയ്തു പോയാൽ മതി മക്കളെ. അടുത്ത ചോദ്യം നോക്കാം. 5 ഔൺസ് 140 ഗ്രാമിന് തുല്യമാണ്. 3 പൗണ്ട് മത്സ്യം എത്ര ഗ്രാമിന് തുല്യമാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 5 ഔൺസ് 140 ഗ്രാമിന് തുല്യമാണ്. അപ്പം 5 ഔൺസ് എന്ന് പറഞ്ഞാൽ 140 ഗ്രാമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ 16 ഔൺസാണ്. ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ 16 ഔൺസാണ്. ഒരു പൗണ്ട് എത്ര? 16 ഔൺസ്. അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ 16 ഔൺസാണ്. അപ്പോൾ 5 ഔൺസ് 140 ഗ്രാമിന് തുല്യമാണെങ്കിൽ 3 പൗണ്ട് മത്സ്യം, നമുക്കറിയാം 1 പൗണ്ട് എന്ന് പറയുന്നത് എത്ര? 16 ഔൺസാണ്. അപ്പോൾ 3 പൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1നെ 3 കൊണ്ട് ഗുണിച്ചാലല്ലേ 3 കിട്ടുക. അപ്പോൾ 16 1 പൗണ്ട് 16 ഔൺസ് ആണെങ്കിൽ 3 പൗണ്ട്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 16 × 3 48 ഔൺസ് ആയിരിക്കും. മക്കളെ, നമുക്കറിയാവുന്ന കാര്യം എന്തുവാടാ? 5 ഔൺസ് എന്ന് പറഞ്ഞാൽ 140 ഗ്രാം ആയിരിക്കത്തില്ലേ? ആയിരിക്കും. അപ്പം 1 ഔൺസ് എത്ര ആയിരിക്കും? 1 ഔൺസ് എത്ര ആയിരിക്കും? 140 ÷ 5. നമുക്ക് വേണ്ട എന്തുവാ? നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തുവാ? 1 ഔൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 140 / 5 എത്ര കിട്ടും? 5 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ 0 കളഞ്ഞിട്ട് ഇരട്ടി എടുക്കുക. എത്ര കിട്ടും? 28 ഗ്രാം. 28 ഗ്രാം അല്ലേ? 1 ഔൺസ് എന്ന് പറഞ്ഞാൽ എത്ര? 28 ഗ്രാം. നമുക്ക് വേണ്ടത് 3 പൗണ്ടാണ്. 3 പൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രടാ? 48 ഔൺസ് അല്ലേ? 1 ഔൺസ് എന്ന് പറഞ്ഞാൽ 28 ഗ്രാമാ. അപ്പോൾ 48 ഔൺസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1 ഔൺസ് 28 ഗ്രാമാണ്. നമുക്ക് വേണ്ടത് 48 ഔൺസ് ആണ്. കാരണം 3 പൗണ്ടാണ് വേണ്ടത്. 3 പൗണ്ട് എന്ന് പറയുമ്പോൾ 48 ഔൺസ് ആണ്. 1 ഔൺസ് എന്ന് പറഞ്ഞാൽ എത്ര? 1 ഔൺസ് എന്ന് പറഞ്ഞാൽ 28 ഗ്രാമാണ്. അപ്പോൾ 48 ഔൺസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 28 × 48. 28 × 8 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 28നെ 8 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1344 എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഇൻ ഓപ്ഷൻ ബി.
അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഈ അളവുകളാണ്. അതായത് 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ 16 ഔൺസ് ആയിരിക്കും. 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 16 ഔൺസ് ആയിരിക്കും എന്നുള്ള കാര്യം ഇവിടെ ഓർത്തിരുന്നാൽ മതി. ബാക്കി എളുപ്പമായിരിക്കും. ശരിയാണോ? യെസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, ആൻസർ 1344. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ അല്ലെങ്കിൽ താഴെ കൊടുത്ത സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏത്? ഇത് LDC പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു സംഖ്യയുടെ ഗുണിതം ഏത്, അല്ലെങ്കിൽ ഇതിനടുത്ത് വരുന്ന പൂർണ്ണവർഗ സംഖ്യ ഏത്, അല്ലെങ്കിൽ ഏതിൻ്റെ സ്ക്വയർ ആണ് ഇതിനടുത്ത് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യമാണിത്. എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏത്? മക്കളെ, ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ക്ലാസ് വളരെ വിശദമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാ പരീക്ഷകൾക്കും പ്രയോജനം ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത ഒരു ക്ലാസ്സാണത്, ഡിവിസിബിലിറ്റി. അത് അങ്ങേയറ്റം ആ ക്ലാസ് നിങ്ങൾ കണ്ട് അതിൽ അത്രയും ഓരോ നമ്പറിൻ്റെയും ഡിവിസിബിലിറ്റി നിങ്ങൾ വ്യക്തമായി പഠിച്ചു വെച്ചേക്കണം. നിങ്ങൾ ചിലപ്പോൾ അതിനെ അവജ്ഞയോടെ ആ ക്ലാസ്സിനെ അല്ലെങ്കിൽ ആ വീഡിയോയെ നിങ്ങൾ തള്ളിക്കളയും. പക്ഷേ നിങ്ങൾക്ക് അങ്ങേയറ്റം പ്രയോജനമുള്ള ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പം ആ വീഡിയോ കാണത്തില്ല, അല്ലെങ്കിൽ ആ ക്ലാസ്സിനെ നിങ്ങൾ വേണ്ട പരിഗണന കൊടുക്കത്തില്ല. പക്ഷേ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ എളുപ്പം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ക്ലാസ്സാണ് ഏത്? ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുക. അപ്പോൾ ചോദ്യം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏത്? മക്കളെ, 12ന്റെ ഡിവിസിബിലിറ്റി അല്ലെങ്കിൽ ഒരു നമ്പറിനെ 12 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുന്നത് എങ്ങനെയാ? ആ സംഖ്യയെ 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ അതിനെ 12 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 12 കൊണ്ട് ഹരിക്കണമെങ്കിൽ ആ നമ്പറിനെ 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റണം. 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 12 കൊണ്ട് ഹരിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ. ഇനി ഒരു സംഖ്യയെ എങ്ങനെയാണ് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുന്നത്? 3 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ ആ സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 3ഓ 3ന്റെ ഗുണിതമോ കിട്ടണം. 123, 1 + 2 + 3, 1 2 3, 3 3 6. അക്കങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ കിട്ടിയത് 6 ആണ്. 6 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 123നെ എനിക്ക് 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക 3ഓ 3ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ നമുക്ക് ആ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാം. ഇനി 4 കൊണ്ടോ? അവസാനത്തെ 2 അക്കങ്ങൾ ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കങ്ങൾ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇവിടെ നോക്കിക്കേ, 72 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. ഓക്കെ, 48 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. 24 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. 92 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. അപ്പോൾ ABCD 4 ഓപ്ഷനുകളെയും 4 കൊണ്ട് ഹരിക്കാം. പക്ഷേ ചോദ്യം 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതല്ലോ, 12 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ 4 കൊണ്ടും ഹരിക്കാൻ പറ്റണം, അതേസമയം 3 കൊണ്ടും ഹരിക്കാൻ പറ്റണം. അപ്പൊ 4 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏത്? ഇതിനെ എല്ലാത്തിനെയും ABCD എല്ലാത്തിനെയും നമുക്ക് 4 കൊണ്ട് ഹരിക്കാം, പക്ഷെ 3 കൊണ്ടുകൂടെ ഹരിക്കാൻ പറ്റുമോ? അപ്പൊ ഇതിൽ ഏതിനെയാണ് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുന്നത് എങ്ങനെ മക്കളെ? അക്കങ്ങളുടെ തുക 3ഓ 3ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. എല്ലാം കൂടെ കൂട്ടുക. 6 4 10 7 10. ഇപ്പം ഓപ്ഷൻ എയുടെ കാര്യമാണ് പറയുന്നത്. 6 4 10 7 17 2 19. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. 19 3ന്റെ ടേബിളിൽ ഇല്ല, 3ന്റെ മൾട്ടിപ്പിൾ അല്ല, 3 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അടുത്ത നോക്കിക്കേ, 3 2 5 4 9 അല്ലെ? 3 2 5 4 9 8 17. 17നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഓപ്ഷൻ ബി അല്ല. അടുത്തത് സി നോക്കാം. 9 3 12, 12 2 14, 14 4 18. ഒന്നുകൂടെ കൂട്ടി നോക്കാം. 4 2 6, 6 3 9, 9 9 18. 18നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അടുത്ത നോക്കുക. 7 1 9. 7 1 9 എന്തു വേണം? ഞാൻ എന്നെ തന്നെ പറഞ്ഞത് കേട്ടോ. നോക്കിക്കേ, നോക്കാം മക്കളെ. നമുക്ക് 7 1 8 8 9 17, 17 2 19. ഒന്നുകൂടെ കൂട്ടി നോക്കാം. 9 1 10 2 12 7 19. അപ്പോൾ എങ്ങനെ കൂട്ടിയാലും 19 കിട്ടുന്നു. 19 എന്തിന്റെ മൾട്ടിപ്പിൾ അല്ല? 3ന്റെ മൾട്ടിപ്പിൾ അല്ല. 3 കൊണ്ട് ഹരിക്കേണ്ട. അപ്പോൾ ഇവിടെ ഇപ്പോൾ സി 18 കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചോണം ഓപ്ഷൻ സി ആയിരിക്കുമെന്ന്. പിന്നെ ഡി നോക്കേണ്ട ആവശ്യമില്ല. എങ്കിലും പോട്ടെ, നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി, എൻ്റെയും ഒരു സമാധാനത്തിന് വേണ്ടി ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സംഖ്യയെ 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെ 12 കൊണ്ട് ഹരിക്കാം. ഒരു സംഖ്യയെ 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെ 12 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇവിടെ 18 വന്നു അല്ലേ? 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 18 വന്നു. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ശരിയാണോ നോക്കാം. യെസ്. 12ന്റെ പോലെ തന്നെ ഡിവിസിബിലിറ്റി ഉള്ള വേറെ കുറേ നമ്പറുകളുണ്ട്. 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുന്നത് എങ്ങനെയാ? 3ന്റെയും 2ന്റെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ 6 കൊണ്ട് ഹരിക്കാം അല്ലേ? അതേപോലെ നമുക്ക് 14
14 എന്ന് പറയുമ്പോൾ 7ൻ്റെയും 2ൻ്റെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ 7 കൊണ്ടും 2 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് 14 കൊണ്ട് ഹരിക്കാം. 15 3 കൊണ്ടും 5 കൊണ്ടും പറ്റുമെങ്കിൽ 15 അല്ലേ. അപ്പോൾ അങ്ങനെ ഇതേപോലെ വേറെ സംഖ്യകൾ നോക്കിയാൽ നമുക്ക് കിട്ടും. 21 എന്ന് പറയുവാണെങ്കിൽ 7 3 അങ്ങനെയൊക്കെ നോക്കി നമുക്ക് എടുക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് 12 കൊണ്ട് ഹരിക്കണമെങ്കിൽ ഇവിടെ ഞാൻ എഴുതി 12 കൊണ്ട് ഹരിക്കണമെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 12 കൊണ്ട് ഹരിക്കാം. അടുത്ത ചോദ്യം നോക്കാം മക്കളെ. 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? ചോദ്യം എന്താ? 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? എൻ്റെ പൊന്നു മക്കളെ, വളരെ എളുപ്പമാണ്. ഇങ്ങോട്ട് നോക്കിക്കോ. 10നും 100നും ഇടയിൽ എന്നല്ലയോ പറഞ്ഞേക്കുന്നേ? അതെ. അപ്പോൾ 10നും 100നും ഇടയിൽ എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് 10 കഴിഞ്ഞ് വരുന്ന ആദ്യമായിട്ട് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാ? 12 അല്ലയോ കുഞ്ഞെ? അതെ. ഈ 100ന് തൊട്ടിപ്പുറത്ത് വരുന്ന 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാ? 99 അല്ലയോടാ? അതെ. ഇങ്ങോട്ട് നോക്ക്, ഇത് തമ്മിൽ കുറയ്ക്കുക. 12 തമ്മിൽ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 99 മൈനസ് 12 ആണോ? എന്നിട്ട് അതിനെ 3 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക. അപ്പോൾ 99 നിന്ന് 12 പോയ 87 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1. 87നെ 3 കൊണ്ട് ഹരിച്ചാൽ 29, അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ 30. സോ നമ്മുടെ ആൻസർ 30, ഓപ്ഷൻ എ. ശരിയാണോ? അല്ലാതെ എവിടെ പോവാൻ? 30. മനസ്സിലായോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് ചോദിച്ചാൽ 10 കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എടുക്കുക. 100 അവസാനം പറഞ്ഞിരുന്നെങ്കിൽ 100ന് തൊട്ടിപ്പുറത്തുള്ള 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എടുക്കുക. 2 കൂടി കുറയ്ക്കുക, 3 കൊണ്ട് ഹരിക്കുക, 1 കൂട്ടുക. ആൻസർ കിട്ടി. വെരി സിമ്പിൾ. അടുത്ത ചോദ്യം എന്താ? എയും ബിയും കൂടെ കൂട്ടിയാൽ 28 കിട്ടും. ബിയും സിയും കൂടെ കൂട്ടിയാൽ 40 കിട്ടും. എയും സിയും കൂടെ കൂട്ടിയാൽ 32 കിട്ടും. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും കൂടെ കൂട്ടിയാൽ എത്ര? ഇങ്ങോട്ട് നോക്കുക. ഇതൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. എയും ബിയും കൂടെ കൂട്ടിയാൽ 28, ബിയും സിയും കൂടെ കൂട്ടിയാൽ 40, സിയും എയും കൂടെ കൂട്ടിയാൽ 32. മക്കളെ, നിങ്ങൾ ഒരു മാത്തമാറ്റിക്സ് വിദഗ്ധനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാത്സ് മോശമാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല കേട്ടോ. നമ്മൾ എല്ലാവരും അങ്ങനെ പഠിച്ചു വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്തൊരു എന്താ പറയുക കറക്റ്റ് വാക്ക് എനിക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു വല്ലാത്തൊരു ഹാങ് ഓവർ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഇങ്ങനെ ചിന്തിക്കും, എ 2 പ്രാവശ്യം ഉണ്ടല്ലോ, ഉണ്ട്. ബി 2 പ്രാവശ്യം ഉണ്ടല്ലോ, ഉണ്ട്. സി 2 പ്രാവശ്യം ഉണ്ടല്ലോ. ഉടനെ നമ്മൾ എഴുതും എ അല്ലെങ്കിൽ എ പ്ലസ് എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് സി പ്ലസ് സി ഈസ് ഈക്വൽ ടു, ഇതെല്ലാം കൂടെ കൂട്ടുക. 28 32 എത്ര മക്കളെ? 60. 60 40 എത്രടാ? 100. അപ്പോൾ എ 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ 2a, ബി 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ 2b, സി 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ 2c ഈസ് ഈക്വൽ ടു 100. സോ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 100 അല്ലേ? എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 100. എന്തുകൊണ്ടാണ് 2 കോമൺ ആയിട്ട് പുറത്തെടുത്തേ? 2 ചക്ക, 2 മാങ്ങ, 2 തേങ്ങ, എല്ലാം 2 എണ്ണം വീതമുണ്ട് എന്ന് നമ്മൾ പറയത്തില്ലേ? ഈ ചക്കയും മാങ്ങയും തേങ്ങയും 2 എണ്ണം വീതമുണ്ട്. 2 ചക്ക, 2 മാങ്ങ, 2 തേങ്ങ എന്ന് പറയുന്നതിന് പകരം എല്ലാം 2 എണ്ണം ഉണ്ട്. 2 ചക്ക, 2 മാങ്ങ, 2 തേങ്ങ, ചക്കയും മാങ്ങയും തേങ്ങയും 2 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാലും ശരിയല്ലേ? എന്ന് പറയുന്നത് പോലെ 2a പ്ലസ് 2b പ്ലസ് 2c എന്ന് പറയുന്നതിന് പകരം 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി 100 ആണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എത്ര ആയിരിക്കും മക്കളെ? എ പ്ലസ് ബി പ്ലസ് സി എത്ര ആയിരിക്കും? 100 ഡിവൈഡഡ് ബൈ 2 50. സോ ആൻസർ എത്ര കിട്ടി? 50. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എയും ബിയും 28, ബിയും സിയും 40, എയും സിയും 32 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട. ഇവന്മാരെ എല്ലാം കൂടെ എടുത്ത് വെച്ച് കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. പോയി ഇതിനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര എടുത്താൽ മതി? പകുതി എടുത്താൽ മതി. അതായത് എ പ്ലസ് ബി ഇത്ര, ബി പ്ലസ് സി ഇത്ര. കുക്കറാ എന്തോ ചെയ്യാൻ നോക്കും, ഉച്ചക്ക് വല്ലതും കഴിക്കണ്ടേ? അപ്പോൾ എയും ബിയും കൂടെ കൂട്ടിയ 28, ബിയും സിയും കൂടെ കൂട്ടിയ 40, എയും സിയും കൂടെ കൂട്ടിയ 32. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എത്ര നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ഈ 3 വാല്യൂസിലെടുത്ത് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കണ്ടാൽ മതി. ഓക്കെ ആണോ? യെസ്. അപ്പോൾ
ഇന്ന് ഈ 5 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചെറിയൊരു വീഡിയോയാണ്. നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ എന്തായാലും ഇപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് ലൈവ് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ 10, 20, 30 ചോദ്യങ്ങൾ നമുക്കിനി വലിയ ലൈവ് സെഷനുകളിൽ വന്നിട്ട് നമുക്ക് LD ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള വലിയ സെഷൻസ് നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഇതേപോലെയുള്ള ചെറിയ വീഡിയോസ് വീണ്ടും നമ്മുടെ ചാനലിൽ തുടർന്ന് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പ്രയോജനപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അവരിലേക്ക് ഇത് എത്തിക്കുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.